ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജിൻസ് കുര്യാക്കോസ്, കാഞ്ഞിരപ്പുഴ സെന്റ് തോമസ് ഐറ്റിയിലെ MME ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റം ഓഫ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളിലെ ഇൻടേക്ക് സിസ്റ്റത്തെ പറ്റിയും എക്സോസ്റ്റ് സിസ്റ്റത്തെ പറ്റിയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻടേക്ക് സിസ്റ്റത്തെ പറ്റിയാണ്. നമുക്കറിയാം, ഒരു എഞ്ചിന്റെ കമ്പഷൻ ചേമ്പറിൽ ഫ്യൂവൽ ബേൺ ആവണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ആവശ്യമാണ്. ഈ ഓക്സിജനെ നമുക്ക് ലഭിക്കുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയറിൽ നിന്നാണ്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ വലിച്ചെടുത്ത് അതിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസും അതുപോലെ ഈർപ്പം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് കമ്പഷൻ ചേമ്പറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇൻടേക്ക് സിസ്റ്റത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു എഞ്ചിന്റെ കമ്പഷൻ ചേമ്പറിൽ ഫ്യൂവൽ ബേൺ ആവുന്ന സമയത്ത് കൃത്യമായ അളവിൽ എയർ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂവല് മുഴുവനായിട്ട് ബേൺ ആവത്തില്ല. അങ്ങനെ മുഴുവനായിട്ട് ബേൺ ആകാത്ത അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഫ്യൂവല് എക്സോസ്റ്റ് വാൾവ് വഴി പുറത്തേക്ക് പോവുകയും അത് അന്തരീക്ഷത്തിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. അതുമാത്രമല്ല, കാർബൺ മോണോക്സൈഡ് പോലെയുള്ള ടോക്സിക് ആയ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യാനും കാരണമാകുന്നു. ഇത് മനുഷ്യനും മൃഗങ്ങൾക്കും അതുപോലെ തന്നെ പ്രകൃതിക്കും ഒക്കെ ദോഷകരമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എഞ്ചിന്റെ കമ്പഷൻ ചേമ്പറിലേക്ക് ഡർട്ട് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാത്ത, മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാത്ത ഫ്രഷ് എയർ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇൻടേക്ക് സിസ്റ്റത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് ഇൻടേക്ക് സിസ്റ്റം. ഒരു എഞ്ചിനിലെ ഇൻടേക്ക് സിസ്റ്റം എന്തൊക്കെ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നതെന്ന് നോക്കാം. ഇറ്റ് സപ്ലൈസ് എനഫ് എയർ ടു കമ്പഷൻ ചേമ്പർ ഫോർ ബേണിംഗ് ദ ഫ്യൂൽ. എഞ്ചിന്റെ കമ്പഷൻ ചേമ്പറിലേക്ക് ഫ്യൂവൽ ബേൺ ആവുന്നതിന് ആവശ്യമായ എയറിനെ സപ്ലൈ ചെയ്യുന്നത് ഇൻടേക്ക് സിസ്റ്റമാണ്. ഇൻ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ഇറ്റ് സപ്ലൈസ് ഈക്വൽ എമൗണ്ട് ഓഫ് എയർ ഇൻ ഓൾ സിലിണ്ടർ. മൾട്ടി സിലിണ്ടർ എഞ്ചിനുകളിൽ നമുക്കറിയാം, രണ്ടിലധികം സിലിണ്ടറുകൾ ഉണ്ടാവും, ഒന്നിലധികം സിലിണ്ടറുകൾ ഉണ്ടാവും. ഈ ഓരോ സിലിണ്ടറിലേക്കും ഈക്വൽ എമൗണ്ട് ഓഫ് എയർ ആണ് എത്തുന്നത്. അല്ലാത്ത പക്ഷം ഫ്യൂവലിനെ കൃത്യമായി നമുക്ക് ബേൺ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സിലിണ്ടറിലേക്കും ഈക്വൽ എമൗണ്ട് ഓഫ് എയറിനെ സപ്ലൈ ചെയ്യുന്നതും ഇൻടേക്ക് സിസ്റ്റത്തിലൂടെയാണ്. ഇറ്റ് അവോയ്ഡ്സ് ദ എൻറ്ററിങ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ടു ദ കമ്പഷൻ ചേമ്പർ. നമുക്കറിയാം, അന്തരീക്ഷത്തിലെ എയറിന് ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതുപോലെ മോയ്സ്ചർ കണ്ടന്റിലൊക്കെ ഉണ്ടാവും. അതായത് പൊടിപടലങ്ങൾ അതുപോലെ ഈർപ്പം ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ എയറിനെ എഞ്ചിന്റെ കമ്പഷൻ ചേമ്പറിലേക്ക് എത്തിക്കുന്നത്. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻടേക്ക് സിസ്റ്റം കോമ്പണൻസിനെയാണ്. സപ്ലൈസ് ദ എയർ ഇൻ റിക്വയർഡ് പ്രഷർ.
നമുക്കറിയാം തോന്നുന്ന പ്രഷറിലല്ല കംപ്രഷൻ ചേമ്പറിലേക്ക് എയർ എത്തുന്നത്, ഒരു നിശ്ചിത പ്രഷറിലാണ് എത്തേണ്ടത്. അങ്ങനെ ഒരു നിശ്ചിത പ്രഷറിലേക്ക് എല്ലാ സിലിണ്ടറിലേക്കും ഈക്വൽ പ്രഷറിൽ എയർ സപ്ലൈ ചെയ്യുന്നതും ഇൻടേക്ക് സിസ്റ്റത്തിന്റെ സഹായത്താലാണ്. സപ്ലൈസ് എയർ ഇൻ റിക്വയർഡ് ടെമ്പറേച്ചർ, ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു ഫംഗ്ഷനാണ്. എല്ലാ സിലിണ്ടറിലേക്കും നിശ്ചിത ടെമ്പറേച്ചറിൽ വേണം എയറിനെ സപ്ലൈ ചെയ്യാൻ. ഇനിയിപ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫ്യൂവല് നേരത്തെ ബേൺ ആവും, പ്രീ ഇഗ്നിഷൻ സംഭവിക്കും. കമ്പഷൻ ചേമ്പറിൽ എത്തുന്നതിന് മുമ്പ് ബേൺ ആവാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല പവർ സ്ട്രോക്കിന്റെ സമയത്തല്ലാതെ നേരത്തെ ബേൺ ആവാനും സാധ്യതയുണ്ട്. എയറിന് ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ പവർ സ്ട്രോക്ക് ആവുന്നതിന് മുമ്പ് തന്നെ ഫ്യൂവല് ബേൺ ആയി തുടങ്ങും. അത് മാത്രമല്ല ഇനിയിപ്പോൾ ടെമ്പറേച്ചർ കുറവാണെന്നുണ്ടെങ്കിൽ ഫ്യൂവല് ബേൺ ആവാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് കൃത്യമായ ടെമ്പറേച്ചറിൽ എയറിനെ കമ്പഷൻ ചേമ്പറിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഇൻടേക്ക് സിസ്റ്റത്തിന്റെ ധർമ്മമാണ്. ഇനി നമുക്ക് ഇൻടേക്ക് സിസ്റ്റത്തിന്റെ കോമ്പണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എയർ കംപ്രസർ, സൂപ്പർ ചാർജർ, ടർബോ ചാർജർ, ഇന്റർകൂളർ, ഹീറ്റ് വാൾവ്, എയർ ക്ലീനർ, ഇൻടേക്ക് മാനിഫോൾഡ്. ഇതൊക്കെയാണ് ഇൻടേക്ക് സിസ്റ്റത്തിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സോസ്റ്റ് സിസ്റ്റത്തെ പറ്റിയാണ്. ഒരു എഞ്ചിനിൽ നമുക്കറിയാം എയർ ഫ്യൂൽ മിക്സർ ബേൺ ആയി എഞ്ചിന്റെ കമ്പഷൻ ചേമ്പറിൽ അല്ലെങ്കിൽ എഞ്ചിന്റെ സിലിണ്ടറിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ബേൺ ആയ ഗ്യാസിനെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് എക്സോസ്റ്റ് സിസ്റ്റം. ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് എക്സോസ്റ്റ് സിസ്റ്റം നോക്കാം. എക്സോസ്റ്റ് സിസ്റ്റത്തിന്റെ ധർമ്മം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ് ഇറ്റ് കളക്ട്സ് ദ ബേൺഡ് ഗ്യാസ് ഫ്രം ഈച്ച് സിലിണ്ടർ ആൻഡ് സെൻഡ് ഔട്ട് ത്രൂ എ സിംഗിൾ ലൈൻ. അതായത് മൾട്ടി സിലിണ്ടറുകളിൽ എഞ്ചിനുകളിൽ നമുക്കറിയാം ഫ്യൂല് ബേൺ ആവുന്നത് ഓരോ ഇൻഡിവിജ്വൽ സിലിണ്ടറിലാണ്. അപ്പൊ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ സിലിണ്ടറിൽ നിന്നും നമുക്ക് ഓരോ സൈലൻസർ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരു സിംഗിൾ സോഴ്സ് വഴി വേണം നമുക്ക് പുറന്തള്ളാൻ. അതിനു വേണ്ടിയിട്ടുള്ള കോമ്പണന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എക്സോസ്റ്റ് സിസ്റ്റത്തിലാണ്, അല്ലെങ്കിൽ എക്സോസ്റ്റ് മാനിഫോൾഡാണ്. എക്സോസ്റ്റ് മാനിഫോൾഡ് വഴി എല്ലാ സിലിണ്ടറിൽ നിന്നും വരുന്ന ബേൺഡ് ആയ ഗ്യാസിനെ നമ്മൾ കളക്ട് ചെയ്ത് ഒരു സിംഗിൾ ലൈനിലേക്ക് ആക്കുന്നത് എക്സോസ്റ്റ് മാനിഫോൾഡ് വഴിയാണ്. റെഡ്യൂസ് ദ പൊല്യൂട്ടൻസ് ഇൻ എക്സോസ്റ്റ് ഗ്യാസ്. നമുക്കറിയാം ഫ്യൂവല് ബേൺ ആവുന്ന സമയത്ത് അതിൽ ഒരുപാട് ടോക്സിക് ആയ ഗ്യാസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാർബൺ മോണോക്സൈഡ്, സൾഫർ ഓക്സൈഡ്സ്, നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ റിമൂവ് ചെയ്ത് അധികം ടോക്സിക് അല്ലാത്ത രീതിയിൽ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിക്കുക എന്നുള്ളത് എക്സോസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു ധർമ്മമാണ്. കൺട്രോൾസ് ദ സ്പീഡ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ്. എക്സോസ്റ്റ് ഗ്യാസിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് എക്സോസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു ധർമ്മമാണ്. റെഡ്യൂസസ് ദ എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചർ. നമുക്കറിയാം ഏകദേശം 22,000 ഡിഗ്രി സെൽഷ്യസിലാണ് ഒരു എഞ്ചിന്റെ കമ്പഷൻ ചേമ്പറിൽ എയർ ഫ്യൂൽ മിക്സർ ബേൺ ആവുന്നത്. ഏകദേശം അതിനടുത്തൊരു ടെമ്പറേച്ചർ തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ടെമ്പറേച്ചർ നമ്മുടെ സൈലൻസർ വഴി അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് വഴി പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വാഹനത്തിന്റെ സൈലൻസറിന്റെ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം പൊള്ളാൻ സാധ്യതയുണ്ട്. അതൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മുടെ അടുത്തുകൂടി ഒരു വാഹനം പോകുമ്പോൾ അതിന്റെ എക്സോസ്റ്റ് ഗ്യാസ് നമ്മുടെ ശരീരത്തിൽ തട്ടി ശരീരം പൊള്ളുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ ഒരു കൃത്യമായ അളവിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനെ സഹായിക്കുന്നതും എക്സോസ്റ്റ് സിസ്റ്റമാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് കോമ്പണൻസ് ഓഫ് എക്സോസ്റ്റ് സിസ്റ്റം. ഒരു എഞ്ചിന്റെ എക്സോസ്റ്റ് സിസ്റ്റത്തിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സോസ്റ്റ് മാനിഫോൾഡ്, എക്സോസ്റ്റ് പൈപ്പ്, എക്സോസ്റ്റർ, മഫ്ലർ, കാറ്റലറ്റിക് കൺവെർട്ടർ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്
എഞ്ചിന്റെ എക്സോസ്റ്റ് സിസ്റ്റത്തെ പറ്റി, ഇൻടേക്ക് സിസ്റ്റത്തെ പറ്റിയാണ്. എക്സോസ്റ്റ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് വാഹനത്തിലെ ബേൺഡ് ആയ ഗ്യാസിനെ പുറന്തള്ളലിന് വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് എക്സോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻടേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന എയറിനെ ഡസ്റ്റ് പാർട്ടിക്കിൾസും മോയ്സ്ചർ കണ്ടന്റും ഒക്കെ റിമൂവ് ചെയ്ത് എഞ്ചിന്റെ കമ്പഷൻ ചേമ്പറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇൻടേക്ക് സിസ്റ്റത്തിന്റെ ധർമ്മം. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇൻടേക്ക് സിസ്റ്റത്തിന്റെയും എക്സോസ്റ്റ് സിസ്റ്റത്തിന്റെയും ഇമ്പോർട്ടന്റ് കോമ്പണൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും കാണും വരെ താങ്ക് യു.